നമ്മുടെ എമർജൻസിയിൽ പേഷ്യൻ്റ് വരും. അപ്പം നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, CT നോർമൽ ആണല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ അഡ്മിഷൻ പറയുന്നുള്ള കാര്യം ചോദിക്കുക. അപ്പോൾ അത് ബേസിക്കലി ഈ ഡിഫ്യൂസ് ആക്സിണൽ ഇഞ്ചുറി, കൺകഷൻ, പിന്നെ ലൂസിഡ് ഇൻ്റർവൽ എന്ന് പറയുന്ന സംഭവം കൂടെ ഉണ്ട്. അതെന്താണ് ഡോക്ടർ ലൂസിഡ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമാസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറ്റോമ ബേസിക്കലി ബ്രെയിനിൻ്റെ കവറിങ്സിൻ്റെ പുറത്താണ്, സ്കള്ളിൻ്റെ അകത്താണ്. അപ്പോൾ ഇനീഷ്യലി ഒരു ആക്സിഡൻറ്റ് പറ്റുന്ന ഒരു സമയത്ത് അപ്പോൾ ആ പേഷ്യൻ്റ് ഇനീഷ്യലി ഒരു ബോധക്കേടോ എന്തെങ്കിലും ഉണ്ടായേക്കാം, അതൊരു ഷോക്കിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബ്രെയിനിലൊന്ന് സ്റ്റണ്ണിങ് വന്നതിൻ്റെ. പക്ഷേ അതിനുശേഷം പേഷ്യൻ്റ് എവേക്ക് ആവുന്നു, നോർമൽ പോലെ ബിഹേവ് ചെയ്യുന്നു. ആ സമയത്ത് പേഷ്യൻ്റ് ഉണ്ടായ ബ്ലീഡ് അത്രയും ലാർജ് ആയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ആ സമയത്ത് നോർമലായിട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഇവോൾവിങ് സിറ്റുവേഷൻ ആണ്. കുറച്ച് സമയത്തിനുള്ളിൽ മേ ബി ഒരവർ ആയേക്കാം അല്ലെങ്കിൽ അതിൽ കൂടുതലായേക്കാം. അപ്പോൾ ആ സമയത്തിനുള്ള ബ്ലീഡ് ഡെവലപ്പ് ചെയ്തിട്ട് ബ്രെയിനിൽ പ്രഷർ ചെലുത്താൻ തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും ടോക്കിംഗ് ഡെത്ത് എന്ന് പറയും. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും പെട്ടെന്ന് വീണ് ബോധക്കേടിലോട്ട് പോയി കൊളാപ്സ്ഡ് ആവുന്നത്. അപ്പോൾ ഇതാണ് ലൂസിഡ് ഇൻ്റർവെല്ലിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ബേസിക്കലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ട്രോമയിൽ തല എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇറ്റ്സ് വൈസ് ടു സീക്ക് മെഡിക്കൽ അറ്റൻഷൻ. കറക്റ്റാണ് പറഞ്ഞത്. അത് പ്രത്യേകിച്ച് ഈ ബ്ലഡ് തിനേഴ്സ് കഴിക്കുന്ന ആൾക്കാർ, ഇവനൊരു ചെറിയ ഇഞ്ചുറി ആണെങ്കിൽ പോലും നമ്മൾ ആക്ച്വലി ഒരു മെഡിക്കൽ അഡ്വൈസ് എപ്പോഴും എടുക്കുന്നത് നല്ലതാണ്. ആൻഡ് ഓൾസോ ഇൻ ദാറ്റ് കണ്ടെക്സ്റ്റ് പറയുവാണെങ്കിൽ everybody should have a list of medicines they are taking in their pockets. Yes, very good.